ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് പോയി. ഈ കാണുന്നത് ആലപ്പുഴയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരിയാണ്. അപ്പോൾ അവൾ പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് വരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ജില്ലയിലേക്ക് വരുന്നതല്ലേ, അപ്പോൾ അങ്ങനെ അവൾ വരുന്നത് കൊണ്ടാണ് ഞാൻ കാര്യമായിട്ട് പോയത്. അവൾ ഇതുവരെ കണ്ണൂർ ജില്ലയിൽ പറശ്ശിനി മുത്തപ്പൻ്റെ അടുത്ത് വന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവൾ വരുന്നതുകൊണ്ട് നമ്മൾ പറശ്ശിനി മുത്തപ്പനെ എനിക്ക് കാണുകയും ചെയ്യാം, അവൾക്ക് കാണിച്ചു കൊടുക്കുകയും ചെയ്യാമെന്ന് വെച്ച് അങ്ങനെ ഞാനും മോനും പോയി. അപ്പോൾ അത് നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുന്നത്. അത്ര വീഡിയോ ഒന്നും എടുത്തില്ല, കുറച്ചെടുത്തുള്ളൂ. ഇതാണ് ഞാൻ പറഞ്ഞ കൂട്ടുകാരി, ആലപ്പുഴയിലാണ്. ബോട്ട് യാത്ര ചെയ്തില്ല, നല്ല തിരക്കായിന്ന്. ഞായറാഴ്ച ശ്രീകൃഷ്ണ ജയന്തി എല്ലാം ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ് അവിടെ. എന്താ പറയുക, ദർശിക്കാൻ പോലും ഇതില്ല. പക്ഷെ നമ്മൾ മുത്തപ്പനെ കണ്ടു. മറ്റേ പോയ അധികം മുത്തപ്പനെ കാണാറില്ല, രാവിലെ എത്തിയതുകൊണ്ട് മുത്തപ്പനെ കണ്ടു. അപ്പോൾ അങ്ങനെ നമ്മൾ മുത്തപ്പനെല്ലാം കണ്ടേ നമ്മൾ തിരിച്ചു വരുന്നു. ഇതാണ് എൻ്റെ മോൻ, ഇതാണ് ആ കൂട്ടുകാർ. ഇവർ രണ്ടാളും കൂടി വഴക്കിടുന്നതാണ്. അപ്പോൾ അങ്ങനെ ബോട്ട് യാത്ര അവർ ചെയ്യുന്നുണ്ട്, ഞാൻ ചെയ്തില്ല. അപ്പോൾ നമ്മുടെ വീഡിയോ മുഴുവൻ ഒന്ന് കാണാം. നമ്മൾ രണ്ട് പ്രാവശ്യമല്ല, ഒരു കുറേ പ്രാവശ്യം ബോട്ട് യാത്ര ചെയ്ത്, അതുകൊണ്ട് അത്ര ബോട്ട് യാത്ര ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. എന്താ വെച്ചാൽ നമ്മുടെ ഇടയ്ക്ക് അധികം സമയം കിട്ടുമ്പോഴൊക്കെ നമ്മൾ മുത്തപ്പൻ്റെ അടുത്ത് പോകുന്നതാണ്. നമ്മൾ അടുത്തായതുകൊണ്ട് നമുക്ക് പറശ്ശിനി മുത്തപ്പനെ കാണാൻ പോകണം തോന്നുമ്പോൾ നമ്മളങ്ങ് പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ സമയത്തൊക്കെ ബോട്ട് യാത്ര ചെയ്യാറുണ്ട്. അതുകൊണ്ട് പിന്നെ ബോട്ട് യാത്ര അത്ര ചെയ്യുന്നതുകൊണ്ട് അത്ര വലിയ താല്പര്യം തോന്നിയില്ല. പിന്നെ രാവിലെ ആയതുകൊണ്ട് അങ്ങനെ കയറാനുള്ള ഒരു ഇതില്ല. പിന്നെ ആകെ ഒരു സുഖമില്ലായിരുന്നു. യാത്രയെല്ലാം ചെയ്തുകൊണ്ടാണെന്ന് ഇപ്പോൾ എനിക്ക് ഇടയ്ക്കുണ്ടാകുന്നൊരു പ്രശ്നമായിട്ട് തോന്നുന്നു. യാത്ര ചെയ്യുമ്പോൾ എന്തോ ഒരു ഛർദിയുടെ പ്രശ്നം. അപ്പോൾ അതെല്ലാം കൊണ്ട് ബോട്ട് യാത്ര ചെയ്തില്ല. അപ്പോൾ അങ്ങനെ മുത്തപ്പനെല്ലാം കണ്ട് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു വരുന്നു.